ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുമായി അതിവേഗ റെയിലിനെ കണക്ട് ചെയ്യാൻ നീക്കം. അതിവേഗ റെയിൽപാത വിഴിഞ്ഞത്തേക്ക് നീട്ടാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തേക്കും. ഈ ശ്രീധരന്റെ ശുപാർശയിൽ 4 അംഗ വിദഗ്ധ സമിതിയുടെ പ്രധാന മാറ്റം ഇതായിരിക്കും. വിഴിഞ്ഞത്തേക്ക് നീട്ടുകയാണെങ്കിൽ ആദ്യ സ്റ്റേഷൻ പൂജപ്പുരയിൽ നിന്നും ഈഞ്ചക്കലിലേക്ക് മാറ്റാനാകും ശുപാർശ. ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച തുകയിൽ പദ്ധതി തീരില്ല എന്നും വിദഗ്ധ സമിതി വിലയിരുത്തുന്നുണ്ട്. അടുത്തയാഴ്ച ആദ്യം തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയുടെ തീരുമാനം. റഹീസ് ഋഷിൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. റഹീസ്, ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ ശുപാർശ എന്തായിരിക്കും? എന്താണ് ഈ മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട ഈ അതിവേഗ പാത കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്മൃതി, ഈ ശ്രീധരൻ നൽകിയ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ 4 അംഗ വിദഗ്ധ സമിതിയെ വെച്ചിരിക്കുന്നത്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സംസ്ഥാന സർക്കാരിന് നൽകാനാണ് സാധ്യത. ഈ ശ്രീധരന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പച്ചക്കൊടിയായിരിക്കും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് പക്ഷെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി ഈ സർക്കാരിന്റെ ഒരു പ്രധാന വിഷനായി കാണുന്നതാണ് ഈ കോവളവും വിഴിഞ്ഞവുമായി തുറമുഖവുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി. ഒരു തുറമുഖ ഹബ്ബ് തന്നെ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അതിനോട് കണക്ട് ചെയ്ത് ഈ അതിവേഗ റെയിൽപാത പോകണം എന്ന ആഗ്രഹം മുഖ്യമന്ത്രി വി ഡി സതീശനുണ്ട്. കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തപ്പോൾ ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനോട് വിദഗ്ധ സമിതിക്കും അനുകൂല നിലപാടാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതായത് തിരുവനന്തപുരത്തെ പൂജപ്പുരയാണ് ആദ്യ സ്റ്റേഷനായി ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ശ്രീധരന്റെ പ്രോജക്റ്റിൽ അങ്ങനെയാണുള്ളത്. അത് ഈഞ്ചക്കലിലേക്ക് മാറ്റുകയാണെങ്കിൽ വീഞ്ചക്കലിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോവുക എന്നത് അതിവേഗം നടക്കും. എന്ന് മാത്രമല്ല, ഈ പൂജപ്പുരയിൽ നിന്ന് തുരങ്കപാതയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഈ ശ്രീധരൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലവും വിമാനത്താവളവും തമ്മിൽ ഏതാണ്ട് 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിലേക്ക് മറ്റൊരു കണക്ടിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും എന്ന വിലയിരുത്തൽ ഉപസമിതിക്കുണ്ട്. മറ്റൊന്ന്, ഈ ശ്രീധരൻ പറയുന്ന 60,000 കോടിക്ക് ഈ പദ്ധതി തീരില്ല എന്ന് തന്നെയാണ് വിദഗ്ധ സമിതി കാണുന്നത്. മറ്റൊരു തടസ്സം ഈ ശ്രീധരൻ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് 24,000 കോടി രൂപ ക്രൗഡ് ഫണ്ടിംഗ് ആയി പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്നതാണ്. അതും അത്ര പ്രായോഗികമല്ല എന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. ശരി, വിദഗ്ധ സമിതി അതിവേഗ റെയിൽപാത ഇപ്പോൾ മിഷൻ സമുദ്രയുമായി കണക്ട് ചെയ്യാനുള്ള ശുപാർശയാണ് നൽകുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കും. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.